പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പുനർജനി 2K24 കൂടുതൽ മെയ്വേകി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനന്റെ അധ്യക്ഷതയിലാണ് പുനർജനി 2K25 എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. നമ്മുടെ ആ ഒരു വിഷയത്തിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 മാസക്കാലമായി നമ്മൾ ഇതിനായിട്ട് തയ്യാറെടുക്കും. ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ മാതാപിതാക്കളെ വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് കൂടി പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതിനൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട ആളാണ് MPയെ കൊണ്ടുവരാൻ പറഞ്ഞത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു. മറന്നുകൊണ്ട് അവരുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു ദിനമാണ് ഇന്ന്. 3 വർഷങ്ങൾ ആയി നമ്മൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ പഞ്ചായത്തുകളും ഭിന്നശേഷി കലോത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. കഴിഞ്ഞ മാസമാണ് രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. രാമമംഗലം പഞ്ചായത്തിൽ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം സ്കൂളുകളിലും അതുപോലെ BRC കേന്ദ്രങ്ങൾ സ്നേഹഭവനങ്ങളുമായി നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീനമ്മ എബ്രഹാം സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ശ്യാമള പ്രസാദ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി PS, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രൂപ രാജു, ബ്ലോക്ക് മെമ്പർ ഷീല ബാബു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഫിലിപ്പ് ഇരട്ടിയാനിക്കൽ, റീജാമോൾ ജോബി, ഉഷ രമേശ്, തോമസ് തടത്തിൽ, ബേബി ജോസഫ്, ആലീസ് വർഗീസ്, ജിനു സി ചാണ്ടി, CDS ചെയർപേഴ്സൺ ബിന്ദു മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് MR എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ വർഷവും 2-3 വർഷക്കാലം നമ്മൾ ഭിന്നശേഷി കലോത്സവം വിവിധ പേരുകളിൽ നമ്മൾ ആഘോഷിച്ചിരുന്നു, വളരെ ഭംഗിയായിട്ട് തന്നെ. അതിന് ഈ വർഷവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അവസ്ഥകൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും ആദരിക്കുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ആഗ്രഹത്തോടുകൂടി ഇവരെ വിളിച്ചുകൂടിയൊരു യോഗം കൂടി. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം അവർക്ക് വേണ്ടി ചെലവഴിക്കണം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയുമായി ആഘോഷിക്കാനാണ് ഇങ്ങനെ നമ്മൾ പുനർജനി എന്ന പേരിൽ ഒരു കലോത്സവം നടത്താൻ തീരുമാനിച്ചത്. ICDS സൂപ്പർവൈസർ കൃഷ്ണ ശോഭ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ പഞ്ചായത്ത് പരിധിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിച്ചു. കലാപരിപാടിയിൽ പങ്കെടുത്തവർക്ക് മെമന്റോ വിതരണവും നടത്തി. ശ്രീദുർഗ ഗ്രൂപ്പ് പാമ്പാക്കുട കുട്ടികൾക്കായി കൈകൊട്ടിക്കളി അവതരണം നടത്തി. ഷാനവാസ് പട്ടിമറ്റവും സംഘവും അവതരിപ്പിച്ച കരോക്കെ ഗാനമേള, കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.